നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കാലപ്പ് സ്റ്റിച്ച് ട്യൂട്ടോറിയലാണ്. സ്കാലപ്പ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കാണിക്കാൻ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു. കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. 4 രീതിയിൽ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മൾക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം. ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളിലും ബോർഡർ വരച്ചിട്ടുണ്ട്. ഇനി മെഷീനിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, നമുക്കത് നോക്കാം. ലെങ്ത് 2ൽ സെറ്റ് ചെയ്തു. സെലക്ട് ചെയ്യും. സിഗ്സാങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നൂല് ഞാൻ കോർത്തിട്ടുണ്ട്. പ്രഷർ ഫുട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഫീഡ് ഡോഗ് താഴ്ത്തി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് തയ്ക്കുന്ന തുണിയുടെ അടിയിൽ വെച്ച് തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാണ്. ഈ മെത്തേഡ് അങ്ങനെയാണ്, ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം തുണി. അതുപോലെ സാവധാനം സ്റ്റിച്ച് ശരിയായ സ്ഥലത്ത് വരുന്നതിന് ആവശ്യമായ അകലത്തിൽ പുഷ് ചെയ്ത് പതുക്കെ നീക്കി കൊടുക്കണം. അങ്ങനെയാണ് ശരിയായ സ്ഥലത്ത് സ്റ്റിച്ച് വീഴുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വിരലുകൾ കൊണ്ട് തുണി സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. എന്നാലേ സ്റ്റിച്ച് നന്നായിട്ട് വീഴുള്ളൂ. ഇതാ കഴിഞ്ഞു. കണ്ടോ? ഇനി നമ്മൾക്ക് അടുത്ത മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ്. ഇതിന് നമ്മൾക്ക് മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ലെങ്ത് 2ൽ വെച്ചു. എയിൽ സിഗ്സാങ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഹൂപ്പിൽ തുണി ഇതുപോലെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിലും തയ്ക്കാം. കാരണം ഈ തുണിയുടെ അഗ്രഭാഗത്ത് കുറച്ച് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്തിരിക്കുന്നത്, പകുതിക്ക് വെച്ച്. ഇതുപോലെ പേപ്പർ അടിയിൽ വെച്ച് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ തയ്ക്കാം. ചില തുണികൾ ഹൂപ്പിൽ ടൈറ്റായിട്ട് ഇതുപോലെ ഉറപ്പിച്ചാലും തയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തുണി ഹൂപ്പിൽ ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ഫ്രെയിമിലേക്ക് നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു തുണി തയ്ച്ച് ചേർത്ത് അത് ഹൂപ്പിൽ ഉറപ്പിക്കുകയും ചെയ്യാം.
എനിക്ക് ഇങ്ങനെ നൂല് കെട്ടുന്ന എളുപ്പമായി തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൽ നമ്മൾക്ക് മെഷീനിൽ നേരിട്ട് തയ്ക്കാം. ഈ ഭാഗം ചെയ്തതിന് ശേഷം മറ്റേ ഭാഗത്ത് ചെയ്യാം. ഇവിടെ ചെയ്തതിന് ശേഷം അപ്പുറവശത്ത് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹൂപ്പിൽ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്, നൂല് കെട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് തയ്ച്ച് പോകാം. പിന്നെ നമ്മൾ സ്റ്റിച്ചുകൾ ക്രമീകരിക്കുന്നതെല്ലാം നമ്മൾ കൈകൊണ്ട് നീക്കി കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യണം. ഇത് ഞാൻ നൂലുകൊണ്ട് കെട്ടി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ചെറിയ കഷ്ണമാണ്. ഇങ്ങനെയുള്ള കോർണേഴ്സ് വരുന്ന ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ തുണി തയ്ച്ച് അല്ലെങ്കിൽ നൂല് കെട്ടിയോ ഹൂപ്പിലേക്ക് ഉറപ്പിക്കാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നൂലുകൊണ്ട് കെട്ടിയിരിക്കുന്നത് കൊണ്ട് തയ്ക്കാൻ സാധിക്കും. അടിയിലൊരു പേപ്പർ വെച്ചാണ് തയ്ക്കുന്നത്. ഇനി തയ്ക്കാം. നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. മെഷീൻ സെറ്റിങ്സ്. ആദ്യം സ്റ്റിച്ച് നമ്മൾ ലെങ്ത്ത് സെറ്റ് ചെയ്യുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ്. എ തന്നെ സിക്സാഗ് മാക്സിമത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തുണി ശ്രദ്ധിച്ച് നോക്കിയോ, ഞാനിവിടെ ബോർഡർ വരച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ബോർഡർ വരച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് പ്രഷർ ഫുട്ട് ഫിറ്റ് ചെയ്യണം.
ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്രഷർ ഫൂട്ടാണ് എടുത്തിരിക്കുന്നത്. മറ്റേ പ്രഷർ ഫൂട്ട് കൊണ്ടും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് നല്ലത്. നമ്മൾക്ക് തയ്ക്കുന്നത് വ്യക്തമായി കാണാനാണ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്രഷർ ഫൂട്ട് എടുത്തിരിക്കുന്നത്. ഇനി തുണിയുടെ അടിയിൽ പേപ്പർ വെച്ച് തയ്ക്കാം. ഈ മെഷീൻ്റെ ഫീഡ് ഡോഗ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ മെഷീൻ്റെ ഫീഡ് ഡോഗ് പോലെയല്ല. അതിൻ്റെ ടീത്ത് മറ്റ് രണ്ട് വശങ്ങളിലേക്കും നമ്മൾക്ക് നന്നായിട്ട് വലിച്ച് തിരിക്കുവാനായിട്ട് സാധിക്കുന്ന തരം ഫീഡ് ഡോഗാണത്. ഇനി നമ്മൾക്ക് തയ്ക്കാം. ഇങ്ങനെ വെച്ച് പൊസിഷൻ കറക്റ്റായിട്ട് അവിടെ വെച്ച് പ്രഷർ ഫൂട്ട് കൂടുതൽ പ്രഷറിലായിരുന്നു ഇരിക്കുന്നതെങ്കിൽ കുറച്ച് റിലീസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് തയ്ക്കാം. തയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ സാവധാനം തിരിച്ച് ശരിയായ ഡയറക്ഷനിൽ പ്രഷർ ഫൂട്ട് വരത്തക്ക രീതിയിൽ തിരിച്ചു കൊടുക്കണം. നമ്മൾ വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെയാണോ പ്രഷർ ഫൂട്ട് പോകുന്നതെന്ന് വ്യക്തമായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വലിയ സ്കാലപ്പ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇനി വീണ്ടും തയ്ക്കാം. നാലാമത്തെ മെത്തേഡാണ്. അത് ഇൻബിൽറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് 0ക്കും 1നും ഇടയ്ക്ക് വെക്കാം. സെലക്ടർ ഇൻബിൽറ്റ് സ്റ്റിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതാണ്, ഈ സ്റ്റിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സിക്സാങ് മാക്സിമം. നമ്മളിത് തയ്ക്കുമ്പോൾ ഇവിടെ ഇൻബിൽറ്റ് സ്റ്റിച്ചായ ചെറിയ ഒരു സ്കാലപ്പാണ് കിട്ടുന്നത്. നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ പേപ്പർ അടിയിൽ വെച്ച് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു പോകാം. നമ്മൾ പ്രഷർ ഫൂട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതാ കഴിഞ്ഞു. നമ്മളിപ്പോൾ 4 മെത്തേഡിലുള്ള സ്കാലപ്പുകളും ചെയ്തു കഴിഞ്ഞു. ഇനി അത് ഈ സ്റ്റിച്ചിൻ്റെ പുറത്തുള്ള തുണിയെല്ലാം നമ്മൾ ഇതുപോലെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം, ക്ലീൻ ചെയ്തെടുക്കണം. അടിയിലുള്ള പേപ്പറുകൾ ആദ്യം ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിച്ചിൻ്റെ പുറമേ വരുന്ന തുണിയെല്ലാം ചേർത്ത് വെട്ടി വൃത്തിയാക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നല്ലൊരു ട്യൂട്ടോറിയലുമായിട്ട് കടന്നു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കടന്നു വരുന്നവരേക്കും നന്ദി, നമസ്കാരം.